നമസ്കാരം. ഫെങ്ഷുയി പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പം ചിലർ യൂട്യൂബ് എന്നെടുത്ത് നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളിൽ അവർ ബുദ്ധിമുട്ടി ഇനി എങ്ങനെ മുന്നോട്ട് പോകണം എന്നറിയാൻ വയ്യാത്തൊരു കണ്ടീഷനിൽ നിൽക്കുമ്പോൾ അവർ ജസ്റ്റ് ഒന്ന് ചിലപ്പോൾ യൂട്യൂബ് നോക്കുന്നത് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്താൻ സാധിക്കുമെങ്കിലോ എന്ന് നോക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ജീവിതത്തിൽ പല പ്രശ്നങ്ങളുണ്ടായിക്കോട്ടെ. സാമ്പത്തികമാണ് ഭൂരിഭാഗം ആൾക്കാർക്കും. ഇപ്പോൾ കൺസൾട്ടിങ് രംഗത്ത് നിൽക്കുന്നതുകൊണ്ട് എനിക്കറിയാവുന്നതാണ്, ഭൂരിഭാഗം ആൾക്കാരെയും നമ്മളെ വിളിക്കുന്ന പ്രധാന കാരണം സാമ്പത്തികമാണ്. അപ്പം ഈ സാമ്പത്തികത്തിൽ കടക്കെണിയിൽ മുങ്ങി നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് അപ്പോൾ പലരും വിളിക്കുമ്പോഴത്തേക്ക് പറയും, സാറേ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, ഞാൻ അത് ചെയ്തു, ഇത് ചെയ്തു, മറ്റത് ചെയ്തു, മറിച്ചത് ചെയ്തു, പലതും ചെയ്തു നോക്കി, എങ്ങും രക്ഷപ്പെടാൻ പറ്റിയില്ല. നിങ്ങൾക്ക് 100% ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്താം എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങൾ ഇതുകൂടി ഒന്ന് ചെയ്തു നോക്കൂ. കാരണം എല്ലാം നഷ്ടപ്പെട്ട ഒരുപാട് പേര് നമ്മുടെ മുമ്പിൽ കൺസൾട്ടിങ്ങിന് വന്നിട്ടുണ്ട്. എല്ലാം നഷ്ടപ്പെട്ട് എല്ലാ വാതിലുകളും അടഞ്ഞു നിൽക്കുകയാണ്. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അങ്ങനൊരു അവസ്ഥയിൽ നിൽക്കുന്നവർ കൺസൾട്ടിങ് ചെയ്തിട്ട് ഒറ്റ ദിവസം കൊണ്ട് അവരുടെ വാട്ടർ ടാങ്ക് നിറയുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങൾ പോലും വാട്ടർ ടാങ്ക് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ സമ്പത്തിൻ്റെതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒരു ഒഴുക്കിൽ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഉദാഹരണത്തിന് ഒരു ടാപ്പ് തുറന്നിടുമ്പോൾ വെള്ളം വീണ് ആ ടാങ്ക് നിറയുന്നത് പോലെ നമ്മൾ ആ ഫെങ്ഷുയി ചെയ്യുമ്പോൾ നമ്മളുടെ ചുറ്റുമുള്ള നെഗറ്റീവ് എനർജികളെ ഒഴിവാക്കിക്കൊണ്ട് നമ്മളിലേക്ക് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു എനർജി കൊണ്ടുവന്ന് നമുക്കുടെ സൗഭാഗ്യങ്ങൾ ഓരോന്നായിട്ട് കൂടി നമ്മളിലേക്ക് ആ ഒരു വെൽത്തോ അല്ലെങ്കിൽ ഹെൽത്തോ അല്ലെങ്കിൽ ഒരു പ്രോസ്പെരിറ്റിയോ അല്ലെങ്കിൽ ഒരു സമാധാനമോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഫെങ്ഷുയി സാധിക്കും. ഇത് ഒരുപാട് പേരുടെ അനുഭവത്തിൽ നിന്നിട്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പം എല്ലാ വാതിലുകളും അടഞ്ഞു നിൽക്കുന്ന സമയത്ത് നിങ്ങളൊരു ഫെങ്ഷുയി മാസ്റ്ററെ വിളിച്ചു, അല്ലെങ്കിൽ ഫെങ്ഷുയി കൺസൾട്ടനെ വിളിച്ചു, നിങ്ങൾ നിങ്ങളുടെ വീട് കൺസൾട്ട് ചെയ്തു. അപ്പോൾ അദ്ദേഹം വന്നിട്ട് നിങ്ങളുടെ വീടും പരിസരവും അദ്ദേഹം ഫെങ്ഷുയിയുടെ തിയറികൾ ഉപയോഗിച്ച് അത് അദ്ദേഹം പറയുന്നത് പോലെ നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്യും. കറക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ അപ്പോൾ ഒരുപാട് സാറേ ഇപ്പോൾ അത് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് കുറച്ചൊരു സമാധാനമായിട്ടുണ്ട്. കാരണം നമ്മുടെ ഒരു മൊത്തത്തിലൊരു ടെൻഷനൊക്കെ ഒന്ന് മാറി. ഇപ്പോൾ ഒരാഴ്ചക്കകത്ത് തന്നെ അവർ പറയും മൊത്തത്തിലൊരു ടെൻഷനൊക്കെ മാറി. ഇപ്പോൾ എന്തോ ഒരു ആശ്വാസം തോന്നുന്നുണ്ട്. ചിലർ അതിനുശേഷം നമുക്ക് സാമ്പത്തികമായിട്ട് മെച്ചപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. ചിലർ അതിനുശേഷം നമുക്ക് ജോലി കിട്ടി, സാറേ പയ്യന് ജോലി കിട്ടി, അല്ലെങ്കിൽ ആ മകളുടെ വിവാഹം ഒത്തിരി ആലോചനകൾ വർഷങ്ങളായിട്ട് നോക്കിയിട്ട് നടന്നില്ലായിരുന്നു. നമ്മൾ ആ സാറിനെ വിളിച്ച് ഫെങ്ഷു ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് മാറ്റം ഉണ്ടായി. അപ്പോൾ കുട്ടിയുടെ വിവാഹം നല്ലൊരു ആലോചന വന്ന് കുട്ടിയുടെ വിവാഹം നടന്നു. അല്ലെങ്കിൽ നമുക്ക് ഹെൽത്ത് പ്രോബ്ലം ആയിരുന്നു. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും കാണാനില്ല, പക്ഷേ വീട്ടിൽ നിന്നും പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും. പക്ഷേ ഫെങ്ഷു ചെയ്തപ്പോഴത്തേക്ക് നമുക്കതിൽ മാറ്റം ഉണ്ടായി. അങ്ങനെ ഫെങ്ഷു എന്ന് പറയുന്നത് ഒരു കാര്യത്തിന് വേണ്ടി മാത്രമല്ല നമ്മൾ ഫെങ്ഷു ചെയ്യുന്നത്. ഇപ്പോൾ പലരും വിളിച്ചിട്ട് ഇപ്പോൾ ചിലർക്ക് പറ്റുന്നൊരു വലിയ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഒരു വലിയൊരു പ്രോബ്ലം വരുമ്പോഴത്തേക്ക് ഇവർ എന്തോ ചെയ്യാൻ നോക്കും, ഒരു കാര്യം ചെയ്യാം, ഫെങ്ഷുയി ചെയ്യാം, ഫെങ്ഷുയിലാകുമ്പോഴത്തേക്ക് പൊളിച്ചു മാറ്റലുകളൊന്നും ഇല്ലല്ലോ, നമുക്ക് ചെയ്യാനും എളുപ്പമാണല്ലോ എന്നും പറഞ്ഞിട്ട് ഫെങ്ഷുയി ചെയ്യും. അപ്പോൾ അവർ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ പ്രോബ്ലം പറയും. അപ്പോൾ നമ്മൾ ഫെങ്ഷുയി മേടിച്ച് അവിടെ ഫ്ലൈങ് സ്റ്റാർ കാര്യങ്ങളെടുത്ത് അതെല്ലാം ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കും. കറക്റ്റ് ചെയ്ത് കൊടുത്ത് ടൂൾസ് എല്ലാം വയ്ക്കുമ്പോഴത്തേക്ക് അവർക്ക് അവിടെ മാറ്റങ്ങളാവും. അപ്പം അവർ ഉദ്ദേശിച്ച ഒരു കാര്യം അവർക്ക് നടന്നു കഴിയുമ്പോഴത്തേക്ക് ഇവരെന്ത് ചെയ്യും, ഇതെല്ലാം അങ്ങ് പാടെ അങ്ങ് വിസ്മരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു ഉദാഹരണത്തിന് നിങ്ങളിലേക്ക് ശരിക്കും വെൽത്ത് വരാനായിട്ട് സിംബോളിക്കായിട്ട് നമുക്കൊരു 3 ലെഗ്ഡ് ഫ്രോഗ് വയ്ക്കാം. മെയിൻ ഡോറിൽ നിന്നും ഉള്ളിലേക്ക് നോക്കി വയ്ക്കാം. അത് നിങ്ങളുടെ നിലത്ത് വെച്ചാൽ മതി, ഫ്ലോറിൽ വെച്ചാൽ മതി, പൊക്കിയൊന്നും വെക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഒരു ഫ്രോഗ് വെച്ചു, അതിൻ്റെ ചുണ്ടിലൊരു ചൈനീസ് കോയിനും വെച്ചു. ഇപ്പം അവർ ഒരു 6 മാസം ഇതിനകത്ത് വെച്ച് അവരുടെ പ്രശ്നങ്ങൾ ക്ലിയറായി എന്ന് കരുതുക. അടുത്ത 2 വർഷം കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ചിലപ്പം വേറെ എന്തെങ്കിലും ഒരു പ്രോബ്ലമോ ഒരു കാര്യമോ വരുമ്പോൾ ഇവർ വീണ്ടും ഒരുപക്ഷെ നമ്മളെ വിളിച്ചെന്നിരിക്കും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മളവിടെ ചെല്ലുകയാണെങ്കിൽ നമ്മൾ ആ ടൈമിൽ വെച്ചിരിക്കുന്ന ഈ ഫെങ്ഷുയിയുടെ ടൂൾസ് മൊത്തവും നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കൃത്യമായി അതിനെ വൃത്തിയാക്കുന്നില്ല. വേറെ ഒന്നും ചെയ്യേണ്ട, അതിന് പൂജയോ മന്ത്രങ്ങളോ ഒന്നും കൊടുക്കണ്ട. ഇത് എപ്പോഴും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി ഒന്ന് സൂക്ഷിച്ചാൽ മാത്രം മതി. ഇത് അതിൻ്റെ ചുണ്ടിലെ കോയിൻസ് കാണത്തില്ല, അതിൻ്റെ മുട്ട് കാണത്തില്ല, ഫ്രോഗിൻ്റെ ചുണ്ട് പൊട്ടിയിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ കൊച്ചുങ്ങൾ എടുത്തുകൊണ്ട് കളിച്ചിട്ട് ഫ്രോഗ് വെളിയിലിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ വെളിയിലോട്ട് നോക്കിയിരിക്കുകയായിരിക്കും. അങ്ങനെ ഫെങ്ഷുയിയുടെ ടൂൾസ് മൊത്തം താറുമാറായി നെഗറ്റീവായിട്ട് അവിടെ ഇരിക്കുന്നൊരവസ്ഥ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ സാധനങ്ങളെല്ലാം നമ്മൾ കൃത്യമായും ഒന്ന് ക്ലെൻസ് ചെയ്ത് ഒന്ന് സൂക്ഷിച്ചുകൊണ്ട് പോകുന്നത് നല്ലതാണ്. അതിനോടൊപ്പം തന്നെ പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഫെങ്ഷുയി ചെയ്താലും ചെയ്തില്ലെങ്കിലും എല്ലാ വർഷവും ആനുവൽ സ്റ്റാർ കൃത്യമായും മാറുമ്പോൾ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ ആരെയാണോ ഫെങ്ഷുയി കൺസൾട്ടിനെ വിളിച്ചത് അവരെ വിളിച്ചിട്ട്, സാറേ
2024 അപ്പോൾ യൂട്യൂബിലൊക്കെ നമ്മൾ കണ്ടല്ലോ സ്റ്റാറുകൾ മാറുമെന്ന്. എൻ്റെ വീട്ടിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് സാർ എനിക്കതൊന്ന് പറഞ്ഞു തരുമോ, അല്ലെങ്കിൽ സാർ ഇവിടം വരെ ഒന്ന് വരുമോ? ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഇത്രയും വർഷങ്ങളായിട്ട് കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ നല്ലൊരു തിരക്കുള്ള സമയമാണ്. ഒരുപാട് വീടുകളിൽ നമ്മൾ ആനുവൽ കറക്റ്റ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. മറ്റൊരുപാട് വീടുകളിൽ രാത്രി ഒരു 8-9 വെച്ച് അവർ പ്ലാൻ അയച്ചു തന്നിട്ട് അതിനെ നമ്മൾ ഓൺലൈൻ കൺസൾട്ടിങ് ആയിട്ട് അതിനെ കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുമുണ്ട്. അപ്പം എല്ലാ വർഷവും അപ്പോഴത്തേക്ക് ചിലർ പറയും സാർ അതൊരു വലിയ ബുദ്ധിമുട്ടാണ്, നമ്മൾ എല്ലാ ദിവസവും രാവിലെ എണീച്ച് ഫ്രഷ് ആവുന്നില്ലേ, എല്ലാ ദിവസവും ഫ്രഷ് ആകും, ഇന്നലെ നമ്മൾ ഫ്രഷ് ആയതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് ഫ്രഷ് ആവാതിരിക്കുന്നില്ലല്ലോ എന്ന് പറയുന്നത് പോലെ, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, എന്ന് പറയുന്നത് പോലെ എല്ലാ പുതുവർഷത്തിലും, എല്ലാ ചൈനീസ് പുതുവർഷത്തിലും നിങ്ങൾ സ്വയം ഒന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുകയും അതനുസരിച്ച് നിങ്ങളുടെ വീടിനൊന്ന് കറക്റ്റ് ചെയ്യുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വരാകാവുന്ന ദോഷങ്ങളെ പരമാവധി കുറച്ചുകൊണ്ട് സൗഭാഗ്യങ്ങളെ പരമാവധി വർദ്ധിപ്പിക്കാനായിട്ട് ഫെങ്ഷുയിലൂടെ സാധിക്കും. ഇപ്പം നിങ്ങൾ കഴിഞ്ഞ വർഷം ഫെങ്ഷു ചെയ്ത വീടാണ്, ഇനി നമുക്കൊന്നും നോക്കാനില്ല, ഒന്നും ചെയ്യാനില്ല എന്നല്ല. എല്ലാ വർഷവും ഇപ്പോൾ കഴിഞ്ഞ വർഷം നിങ്ങൾ ഒത്തിരി ടൂൾസുകൾ വാങ്ങിച്ചു വെച്ചോ അല്ലെങ്കിൽ ഒത്തിരി എക്സ്പെൻസ് ആയിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് കരുതുക. ഈ വർഷം അത്തരത്തിലുള്ള എക്സ്പെൻസ് ഒന്നുമില്ല, ചിലപ്പോൾ ഒരു ടൂളും വാങ്ങിക്കേണ്ടി വരില്ല. ചില ചെറിയ ടൂളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചേഞ്ച് ചെയ്ത് വെക്കേണ്ടി വരും. ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ ചിലപ്പം വളരെ സിമ്പിളായിരിക്കും. നിങ്ങളുടെ എൻട്രൻസിൽ കിടന്ന, കഴിഞ്ഞ വർഷം നിങ്ങളുടെ എൻട്രൻസിൽ കിടന്ന ഒരു റെഡ് മാറ്റ് ഈ വർഷം ഇയർ സ്റ്റാർട്ട് ആയപ്പോൾ ആ റെഡ് മാറ്റൊന്ന് മാറ്റൂ, പകരം നിങ്ങൾക്ക് അവിടെ ഒരു ബ്ലൂ മാറ്റ് ഇടും അല്ലെങ്കിൽ ഒരു ഗ്രീൻ മാറ്റ് ഇടും. അങ്ങനെ ചെറിയ ചെറിയ എന്തെങ്കിലും റെമഡികളായിരിക്കും. പക്ഷേ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളെ ഒഴിവാക്കാനായിട്ട് ഈ ഒരു കറക്ഷൻസ് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് പ്രശ്നത്തിൽ നിൽക്കുന്ന ആളെ ആയിക്കോട്ടെ, നിങ്ങൾ നല്ലൊരു ഫെങ്ഷി കൺസൾട്ടിനെ വിളിച്ച് നിങ്ങളുടെ വീടൊന്ന് കാണിക്കൂ. അവർ പറയുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് വീടൊന്ന് കറക്റ്റ് ചെയ്യൂ. നിങ്ങൾ ഫെങ്ഷി ചെയ്തിട്ടുള്ള വീടുകളാണെന്നുണ്ടെങ്കിൽ വർഷാവർഷം എല്ലാ ചൈനീസ് പുതുവർഷത്തിലും ആനുവൽ സ്റ്റാറിനെയും കൂടെ വെച്ചുകൊണ്ട് നിങ്ങളുടെ ഫ്ലൈങ് സ്റ്റാർ ഒന്ന് കറക്റ്റ് ചെയ്യും. ഇപ്പോൾ ചില വീടുകളിൽ നമ്മൾ ലിവിംഗ് റൂമിലെ ടൂൾസൊക്കെ വയ്ക്കുമ്പോഴത്തേക്ക് ലാഫിൻ ബുദ്ധ വയ്ക്കും, സാറേ യൂട്യൂബിൽ ഇതണക്ക് വർഷാവർഷം മാറ്റം ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, ഈ സാധനങ്ങളൊക്കെ മാറ്റണമെന്ന് ചോദിക്കും. ഒന്നും മാറ്റണ്ട. കാരണം എന്ന് പറഞ്ഞാൽ ലിവിംഗ് റൂം എന്ന് പറയുന്നത് 8 ദിക്കുകളെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ലിവിംഗ് റൂമിൽ ഭൂരിഭാഗം ടൂളുകളും വെച്ചിരിക്കുന്നത്. അത് 8 അല്ല 10 വർഷം കഴിഞ്ഞാലും അതെല്ലാം ഒരേ സ്ഥലത്തായിരിക്കും. ചില റൂമുകളെ ബേസ് ചെയ്തിട്ട് ചില ചെറിയ സാധനങ്ങൾ വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചെറിയ നിറങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചെറിയ മാറ്റുകൾ ഉപയോഗിച്ചിട്ടുണ്ടാവും. അതൊക്കെ മാത്രമേ മാറ്റം വരത്തുള്ളൂ. അപ്പോൾ ഈ ഒരു സയൻസിനെ പറ്റി കൂടുതൽ ആൾക്കാർക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ നിരന്തരം വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും അക്ഷരം പ്രതി ശരിയാണെന്ന് എനിക്ക് ഉത്തമ ബോധ്യം വന്നതുകൊണ്ട് അത് ഞാൻ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയാണ്. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.